ഹലോ ഫ്രണ്ട്സ്, അജിത് കുമാർ ക്രിയേഷൻസിൻ്റെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മെ അതിശയിപ്പിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. എറണാകുളം ടൗണിൽ നിന്നും 12 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക്. വാട്ടർ മെട്രോ ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. 20 മിനിറ്റ് യാത്ര, 40 രൂപയാണ് ചാർജ്. കൊച്ചി കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേരാം. ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് കൊച്ചി കായലിൻ്റെ നീലപ്പരപ്പിൽ കണ്ട സുന്ദരമായ കപ്പലും ചീനവലകളുടെ മാസ്മരികതയുമാണ്. വെള്ളത്തിൽ ഊളിയിട്ടുയരുന്ന ചീനവലയുടെ പ്രവർത്തനം കാണേണ്ടത് തന്നെ. ആരും നോക്കി നിന്നു പോകും. ചൈനക്കാർ നമുക്ക് സമ്മാനിച്ച അതിശയം നിറഞ്ഞ, കൗതുകം നിറഞ്ഞ മീൻവല. അത് ചിത്രീകരിക്കാൻ നിരവധി പേർ മത്സരിക്കുന്നുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ വ്യൂ പോയിന്റുകൾ കാണാൻ ഞങ്ങൾ ഒരു പാക്കേജ് ആട്ടോ തരപ്പെടുത്തി. അതാകുമ്പോൾ സ്ഥലം അന്വേഷിച്ച് അലയേണ്ടതില്ലല്ലോ. 800 രൂപയാണ് ഒരു ഫുൾ സവാരിയുടെ ചാർജ്. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ ആഷിഖാണ്. സുന്ദരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം നല്ലൊരു ഗൈഡ് കൂടിയാണ്. ഞങ്ങൾ ആദ്യം എത്തിയത് ഫോർട്ട് കൊച്ചിയിലെ അതിപുരാതനമായ ഒരു ബംഗ്ലാവിലേക്കാണ്. ഇതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ച മാനുവൽ കോട്ട നശിപ്പിക്കപ്പെട്ട ശേഷം 1795 ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. ബ്രിട്ടീഷ് സബ് കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു അന്ന് ബാസ്റ്റിൻ ബംഗ്ലാവ്. ചരിത്രം കൊച്ചിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇവിടെ ചിത്രങ്ങളായുണ്ട്. ഇത് പഴയ കൊച്ചിയുടെ ഭൂപടമാണ്. മധ്യകാല കേരളത്തിൻ്റെയും കൊച്ചിയുടെയും ചരിത്രം നമുക്കിവിടെ കാണാം. കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ചരിത്രം വരച്ചു കാട്ടുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോൾ ബാസ്റ്റിൻ ബംഗ്ലാവ്. ചരിത്ര അധ്യാപകനാകുന്നില്ല എങ്കിലും പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കൊളോണിയൽ അധിനിവേശത്തിൻ്റെ നാൾവഴികൾ നമുക്കിവിടെ കാണാനാകും. കൊച്ചി തുറമുഖ നിർമ്മാണത്തിൻ്റെ വിവിധ നാഴികക്കല്ലുകളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ. 1850 പണി കഴിപ്പിച്ച പഴയ വിളക്കുമാടം അഥവാ ലൈറ്റ് ഹൗസ്. ഇനി ഹോർത്തൂസ് മലബാറിക്കുസിൻ്റെ വിശേഷങ്ങളിലേക്ക്. മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് ഈ ലാറ്റിൻ വാക്കിനർത്ഥം. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയാൻ വാൻ റീഡിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗ്രന്ഥമാണിത്. മലബാറിലെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വിവിധ സസ്യസമ്പത്തിൻ്റെ വിശദമായ പ്രതിപാദ്യമുണ്ട് ഈ പുസ്തകത്തിൽ. 742 സസ്യങ്ങളുടെ സചിത്ര പ്രതിപാദ്യങ്ങളുണ്ടതിൽ. 30 വർഷം വേണ്ടിവന്നു ഈ പുസ്തകം 12 വോള്യങ്ങളായി പ്രസിദ്ധീകരിക്കാൻ. ഈ കാണുന്നതാണ് ഡച്ച് അടുക്കള. യൂറോപ്യൻ അധിനിവേശ കാലത്ത് ബംഗ്ലാവിലെത്തുന്ന യൂറോപ്യൻ യജമാനന്മാർക്ക് എന്ന് പറയുന്നതാണ് ശരി. ആഹാരം പാചകം ചെയ്തിരുന്നത് ഇവിടെയാണ്. ഗുഹാകൃതിയിലുള്ള വിറകടുപ്പും ഫണാകൃതിയിലുള്ള ചിമ്മിനിയും ഡച്ച് അടുക്കളയിൽ കാണാം. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ തിരക്കാണിവിടെ. കൊളോണിയൽ കാലത്തെ കൊച്ചി എന്നതാണ് പ്രമേയം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മനോഹരമായ വളഞ്ഞ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയിലൂടെ താഴേക്ക്. ബംഗ്ലാവ് കാണാൻ ഇപ്പോൾ വലിയ തിരക്കാണ്. ആഷിഖ് ഞങ്ങളെ പിന്നീട് എത്തിച്ചത് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂറോപ്യൻ പള്ളിയാണിത്. പടിഞ്ഞാറ് ദർശനത്തോടെ പോർച്ചുഗീസ് ശൈലിയിലുള്ള ഒരു മനോഹരമായ നിർമ്മിതി. പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1498 കേരളത്തിൽ എത്തിയതോടെയാണ് യൂറോപ്യൻ കോളനി വാഴ്ചയ്ക്ക് തുടക്കമായതെന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം മറവ് ചെയ്തിരുന്നത് ഇവിടെയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം ഗാമയുടെ 4ാമത്തെ പുത്രനായ പെട്രോഡ ഗാമ അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. തുണി കൊണ്ട് നിർമ്മിക്കപ്പെട്ട നെടുങ്കൻ നീളമുള്ള ഫാൻ കണ്ടോ? ഇതിൻ്റെ വാലറ്റം ചലിപ്പിച്ചാൽ നെടുങ്കൻ തുണിഫാൻ ചലിച്ച് ഹാളിൽ ഇളം കാറ്റ് പരക്കും.
വാട്ട് ആൻ ഐഡിയ സേഠ്ജി. പള്ളിയിലെ കാഴ്ചകൾ കണ്ടിറങ്ങിയ ഞങ്ങളെ വാസ്കോ ഹൗസിലേക്കാണ് ആഷിഖ് എത്തിച്ചത്. ഇവിടെയാണ് വാസ്കോഡ ഗാമ താമസിച്ചിരുന്നത്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പുരാതനമായ പോർച്ചുഗീസ് കെട്ടിടം. 16-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മിതി. ബിഗ് ബി സിനിമ ഉൾപ്പെടെ പഴയ പല മലയാള സിനിമകളിലും ഈ കെട്ടിടം നാം കണ്ടിട്ടുള്ളതല്ലേ. ഇനി നമ്മൾ പോകുന്നത് 500 വർഷം പഴക്കമുള്ള സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിലേക്കാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിലൊന്നാണ്. കൊച്ചി രൂപതയുടെ കീഴിലാണിപ്പോൾ. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും അധീനതയിലായിരുന്നു ഈ പള്ളി. ബ്രിട്ടീഷ് അധിനിവേശത്തെ തുടർന്ന് നശിപ്പിക്കപ്പെട്ട ഈ പള്ളി പിന്നീടാണ് പുനർനിർമ്മിച്ചത്. ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ഒന്നാകെ ഛായാചിത്രങ്ങളായി ചുമരുകളിലും മുകൾ തട്ടിലും പള്ളിയിൽ കാണാനാകും. പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ മുമ്പെങ്ങും ഒരു ദേവാലയത്തിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഡച്ച് സിമെട്രി, ഡച്ചുകാരുടെ സിമിത്തേരി. ഇവിടെ ശവശരീരങ്ങൾ വിവിധ പോസുകളിലാണ് അടക്കം ചെയ്തിരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ യൂറോപ്യൻ സെമിത്തേരികളിൽ ഒന്നാണിത്. 1704 ഇത് നിർമ്മിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തെത്തിയിരിക്കുന്നു. ഉച്ചവെയിൽ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. എങ്കിലും ബീച്ചിൽ നിറയെ സഞ്ചാരികളുണ്ട്. തിരമാലകൾക്കൊപ്പം രസിക്കുന്നവരെയും ഫോട്ടോഷൂട്ട് നടത്തുന്നവരെയും യഥേഷ്ടം കാണാനായി. വെയിലിൻ്റെ കാഠിന്യം അകറ്റാൻ കഫയിൽ നിന്നും ഒരു ഐസ്ക്രീമും നുണഞ്ഞ് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക്. ഇത് ഇന്ത്യൻ നേവിയുടെ മാരിടൈം മ്യൂസിയമാണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വിളിച്ചോതുന്ന കാഴ്ചകളാണുള്ളത്. വിവിധങ്ങളായ വെടിക്കോപ്പുകളും ഫൈറ്റർ പ്ലെയിനുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഭീമാകാരമായ കപ്പൽ നങ്കൂരമാണ്, ആങ്കർ. മുമ്പ് നാവികസേനയുടെ ഭാഗമായിരുന്ന ഫൈറ്റർ പ്ലെയിനുകളും കപ്പലുകളും ഹെലികോപ്റ്ററുകളും. ഇതിനിടെ കുഞ്ഞാലി മരയ്ക്കാറുടെയും വാസ്കോഡ ഗാമയുടെയും ജീവൻ തുടിക്കുന്ന പ്രതിമകൾ കാണാനായി. ഇന്ത്യൻ നാവികസേനയുടെ പരിണാമ ചരിത്രം കൃത്യമായി വരച്ചു കാട്ടുന്ന പ്രദർശനം. വിവിധങ്ങളായ നേവൽ യൂണിഫോമുകൾ ധരിച്ചിട്ടുള്ള നാവികരുടെ പ്രതിമകൾ. മുമ്പ് ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ള തോക്കുകളും ആയുധങ്ങളും. ഇന്ത്യൻ നേവിയുടെ ഭാഗമായിരുന്ന വിമാനഭേദ തോക്കുകളും പീരങ്കികളും. യുദ്ധമുഖത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ അതേപടി പ്രദർശിപ്പിച്ചിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത വ്യൂ പോയിന്റ് മട്ടാഞ്ചേരി പാലസ്. ഈ കാണുന്ന പുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രത്തിന് എതിർഭാഗത്തായിട്ടാണ് മട്ടാഞ്ചേരി പാലസ്. 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. കേരള കൊളോണിയൽ ശൈലിയിലാണ് നിർമ്മാണം. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ സമ്മാനമായി നൽകിയതായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മേൽത്തട്ടിൻ്റെ ചിത്രപ്പണികൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടി. കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വിവിധ തരം പല്ലക്കുകളാണിത്. രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായ ഉടവാളുകളും വേഷവിധാനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് ഫോർട്ട് കൊച്ചിയിലെ പോലീസ് മ്യൂസിയമാണ്. പോലീസ് സേനയുടെ ശക്തിയും ശാസ്ത്രീയമായി കുറ്റം തെളിയിക്കാനുള്ള സംവിധാനങ്ങളുമാണ് ഇവിടുത്തെ പ്രദർശനം. പോലീസ് സേന ഉപയോഗിക്കുന്ന വിവിധതരം ആയുധങ്ങൾ, വിലങ്ങുകൾ, പോലീസ് ബാഡ്ജുകൾ, യൂണിഫോമുകൾ ഇവയൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായി വിരലടയാളങ്ങൾ അപഗ്രഥിച്ചിരിക്കുന്നത് സഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചയായി. ഇനി ജൂ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ്. വഴിമധ്യേ ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരി പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പെർഫ്യൂം ഷോപ്പ് കാണാൻ കഴിഞ്ഞു. ഈ കാണുന്നതാണ് ജൂത തെരുവ് അഥവാ മട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റ്. മട്ടാഞ്ചേരി പാലസ് മുതൽ സിനഗോഗ് വരെയാണ് ഇതിൻ്റെ വിസ്തൃതി. ജൂത കാലഘട്ടത്തിൻ്റെ സംസ്കാരം തുടിക്കുന്ന ഒരു കച്ചവട തെരുവാണിത്. ഇവിടെ വലിയ തിരക്കാണ്. പുരാവസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും ഷോപ്പുകളാണ് ഇവിടെയും. ഈ കാണുന്നതാണ് കൊച്ചി പരദേശി സിനഗോഗ്. 1568 യൂറോപ്പിൽ നിന്നും പലായനം ചെയ്ത ജൂതന്മാർക്കായി നിർമ്മിച്ചതാണ് ഈ സിനഗോഗ്. ഏകദേശം 450 വർഷത്തെ പഴക്കമുണ്ട് ഈ സിനഗോഗിന്. ജൂതന്മാരിൽപ്പെട്ട ഒരു കുടുംബം മാത്രമാണ് ഇപ്പോൾ ഈ തെരുവിൽ താമസം. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ കണ്ട ശേഷം തിരികെ ഞങ്ങൾ വാട്ടർ മെട്രോ ടെർമിനലിലേക്ക്. മനസ്സു നിറഞ്ഞ കാഴ്ചാനുഭവങ്ങൾ സമ്മാനിച്ച ഫോർട്ട് കൊച്ചിക്ക് നന്ദി. ഞങ്ങളുടെ തേരാളി ആഷിഖിന് പ്രത്യേകിച്ചും. Thanks for watching my video. Thank you. See you again.